മുൻ സർക്കാരിൻ്റെ കാലത്ത് കുട്ടിക്കാനത്ത് നിന്നും കട്ടപ്പനയിലേക്ക് നടത്തിയിരിക്കുന്ന മാരത്തോൺ ഇന്നിപ്പോൾ ഒരു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ദീർഘദൂര ഓട്ടക്കാരനും ഹോളിവുഡ് സിനിമാ നടനുമായ മിലൻ സോമന്റെ നേതൃത്വത്തിലാണ് അന്ന് ഈ കുട്ടയോട്ടം നടന്നത്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് അന്നത്തെ ബഹുമാനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് ഈ കോട്ടയോട്ടത്തിന് നേതൃത്വം കൊടുത്തത്. നമുക്കതറിയാൻ സാധിക്കുന്നത് അവിടെ നടന്നിരിക്കുന്ന എല്ലാ പരിപാടികൾക്കും സ്പോൺസർമാരുണ്ട്. പ്രത്യേകിച്ച് ചായ, കാപ്പി, അതുപോലെ തന്നെ അവർക്കുള്ള സ്നാക്സ് ഉൾപ്പെടെയുള്ളത് കട്ടപ്പന മർച്ചൻ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് അന്ന് സ്പോൺസർ തരത്തിലാണ് അത് സംഭാവനയായി നൽകിയിരിക്കുന്നത്. അതും നിരവധിയായ പരസ്യ ബോർഡുകൾ അവിടെ സ്ഥാപിക്കുകയുണ്ടായി. അതും നിരവധിയായിട്ട് സ്പോൺസേഴ്സിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിവരാവകാശപ്രകാരം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. 1 കോടി രൂപ അടുത്താണ് ഈ ഒരു പരിപാടിക്കായി ചിലവായിരിക്കുന്നത്. ഒരു വലിയ മാമാങ്കമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. അപ്പോൾ നമ്മുടെ മലയോര ഹൈവേയിൽ ഒരു ഹോളിവുഡ് താരം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ആഘോഷത്തോടെ ഇതിനെ കാണുകയുണ്ടായി. പക്ഷേ ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നത് വലിയ അഴിമതിക്കും ദൂരത്തിനും വേണ്ടിയിട്ട് ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന ഒരു തട്ടിപ്പായിരുന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ നേതൃത്വം നടത്തിയിരിക്കുന്ന ഈ പരിപാടി വലിയ അഴിമതിക്കാണ് ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. ഇതിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി ഒരു വിജിലൻസ് എൻക്വയറി തന്നെ നടത്തിക്കൊണ്ട് കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടി എന്നത് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുവാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.